വീണ്ടും വീണ്ടും ഇറാന് മുന്നിൽ പരാജിതയാകാൻ അമേരിക്കയുടെ ജീവിതം പിന്നെയും ബാക്കിയാണ്. ഇറാനെ വിറപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? എത്ര ഭീഷണിപ്പെടുത്തി? കുലുങ്ങിയോ? ഇല്ല. അമേരിക്കയുടെ മാടമ്പിത്തരം ഇങ്ങോട്ട് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇറാൻ. അതിന് ഏത് കൊമ്പത്തെ ട്രംപ് ആണെങ്കിലും ഇറാൻ ഒരു പുല്ലുമില്ല. അമേരിക്ക തോൽവി സമ്മതിച്ചേ മതിയാകൂ. എന്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ അഹങ്കാരം? ഇറാനെ അങ്ങോട്ട് മൂക്കിൽ വലിച്ചു കയറ്റാമെന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് വന്നത്. ഹൂതികളോടും ഹമാസിനോടും ഹുസ്ബുള്ളയോടും ഒക്കെയുള്ള ദേഷ്യവുമായി ഇറാന്റെ നെഞ്ചത്തേക്ക് വലിഞ്ഞു കയറാൻ നോക്കി. എന്നിട്ടോ ഒടുവിൽ പവനായി ശവമായി അല്ലേ? ഇറാന്റെ ആണവ ശേഖരം അമേരിക്കയ്ക്ക് തലവേദനയായപ്പോൾ ഇറാനെ ഒതുക്കാൻ നോക്കി. എന്നിട്ടോ ചർച്ചകൾ 4 എണ്ണം നടന്നുവെങ്കിലും വലിയ മാറ്റമൊന്നും സംഭവിച്ചതുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ എന്തൊരു സുഖമായിരിക്കും അമേരിക്കയ്ക്ക്. ഏത് നിമിഷം വേണമെങ്കിലും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന അമേരിക്കൻ സാമ്പത്തിക മേഖലയെയും ആ ആശങ്കയിൽ കഴിയുന്ന ജനങ്ങളെയും നോക്കിയാൽ പോരെ? മറ്റൊരു രാജ്യത്തിന്റെ പ്രതിരോധത്തിലും അവരുടെ വിഷയങ്ങളിലും ഇടപെടാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾ തന്നെ പറയൂ. അമേരിക്കയ്ക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരെ? എല്ലാ രാജ്യങ്ങളെയും ചട്ടം പഠിപ്പിക്കാൻ നിങ്ങൾ ആരാണ്? ഇറാന്റെ ആണവ പദ്ധതികളെ നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം ഭയക്കുന്നത്? എല്ലാ കാലത്തും എല്ലാവരെയും കാൽക്കീഴിൽ നിർത്താമെന്ന അമേരിക്കൻ അഹങ്കാരത്തിന് കിട്ടിയ ഉത്തരമാണ് ഇറാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറേ നാളുകളായി ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള ശ്രമമാണല്ലോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഒരു പണിയും ഇവിടെ നടപ്പില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇക്കുറിയും പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് വരാം. ഒമാനിൽ നടന്ന പുതിയ ചർച്ചകളിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ നിരസിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയായിരുന്നു. അമേരിക്കയുമായുള്ള പുതുക്കിയ ചർച്ചയിൽ ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുടെ ആവശ്യം അസ്വീകാര്യം എന്ന് വിളിച്ചാണ് അദ്ദേഹം ഈ വിഷയം തള്ളിക്കളഞ്ഞത്. ഇറാൻ സമാധാനപരമായ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ തുടരുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അതേസമയം ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റിപ്പോർട്ട് ചെയ്തു. ഇരു കക്ഷികളും മെച്ചപ്പെട്ട ധാരണയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻപത്തെ 3 റൗണ്ടുകളേക്കാൾ വളരെ ഗൗരവമേറിയതും സത്യസന്ധവുമായിരുന്നു 4ാം റൗണ്ട് ചർച്ചകളെന്നും അരാക്ചി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞങ്ങൾ കൂടുതൽ വിശദമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുറേനിയം സമ്പുഷ്ടീകരണവും ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതും ഇറാന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് അരാക്ചി ഊന്നി പറഞ്ഞു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ടതാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ല, അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും വിശ്വാസം വളർത്തുന്നതിനുള്ള ആവശ്യങ്ങൾക്കായി ചില പരിമിതികൾ നടത്താമെന്നും അദ്ദേഹം പറയുന്നു. അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം ഞായറാഴ്ച രാവിലെയാണ് മസ്കറ്റിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടി മജീദ് തഖ്ത് റവാഞ്ചി ഉൾപ്പെടെയുള്ള ഉന്നതതല നയതന്ത്ര സാങ്കേതിക സംഘങ്ങൾക്കൊപ്പമായിരുന്നു യാത്ര. ഒമാനി പ്രധാനമന്ത്രി ബദർ അൽബുദൈസദിയെ സന്ദർശിച്ചും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിൽ ഒമാൻ ഇടപെട്ടതിൽ നന്ദി പറഞ്ഞുകൊണ്ടും അരാക്ചി ചർച്ച ആരംഭിച്ചു. ചർച്ചകൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിന് ഒമാന്റെ തയ്യാറെടുപ്പുകളെയും ക്രമീകരണങ്ങളെയും കുറിച്ച് അൽബുസൈദി അരാക്ചിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ആവർത്തിച്ച് സംസാരിച്ചു. കഴിഞ്ഞ മാസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ രൂപപ്പെടുത്തുന്ന പ്രധാന വിഷയങ്ങളിൽ ഇറാന്റെ നിലപാട്, പ്രത്യേകിച്ച് ഉപരോധ ഇളവുകൾ, ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം എന്നിവയെക്കുറിച്ചുള്ള നിലപാടിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് അരാക്ചി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അരാക്ചിയും പ്രതിനിധി സംഘവും ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഒമാനി മധ്യസ്ഥതയിലൂടെ ഇരുപക്ഷവും ഏകദേശം 3 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തുകയായിരുന്നു. മാരത്തൺ സെഷനു ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് ചർച്ചകളെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഉപയോഗപ്രദവുമാണെന്നും വിശേഷിപ്പിച്ചു. 4ാം റൗണ്ട് ചർച്ചയിലും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു അമേരിക്ക സ്വീകരിച്ചത്. ഇത് ചർച്ചയ്ക്ക് വളരെ തടസ്സം സൃഷ്ടിക്കുന്ന നിലപാട് കൂടിയാണ്. ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിന് ആയുധ ഗ്രേഡ് യുറേനിയം വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു തുടക്കം നൽകുമെന്ന് അവർ ഭയപ്പെടുന്നു. പക്ഷേ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇറാൻ പലതവണ തള്ളിക്കളഞ്ഞതുമാണ്.
സമീപഭാവിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ CNN-നോട് പറഞ്ഞു. ഇരു കക്ഷികളും ഇപ്പോൾ സാങ്കേതിക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 വർഷത്തിനു ശേഷം 2015 ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിച്ചു. ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരമായി ഇറാന് മേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനാലാണ് കരാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇറാന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടുള്ള അമേരിക്കയുടെ ആശങ്ക ഭൗമരാഷ്ട്രീയ വൈരാഗ്യം, പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ, തന്ത്രപരമായ മത്സരം എന്നിവയുടെ സങ്കീർണമായ ബന്ധത്തിൽ വേരൂന്നിയതാണ്. മധ്യപൂർവ്വ ദേശത്ത് വളരുന്ന സ്വാധീനത്തിന്റെയും പരമാധികാരത്തോടുള്ള ഉറച്ച പ്രതിബദ്ധതയുടെയും പാശ്ചാത്യ മേധാവിത്വത്തിനെതിരായുള്ള ചെറുത്തുനിൽപ്പിന്റെയും പ്രകടനമായിട്ടാണ് ഇറാൻ അമേരിക്കയുടെ ഭയത്തെ നോക്കിക്കാണുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയാണ് ഈ ധാരണയുടെ കേന്ദ്രബിന്ദു. തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് ടെഹ്റാന്റെ വാദം. ആണവായുധ വ്യാപന നിരോധന ഉടമ്പടി അതായത് NPT പ്രകാരം ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള അവകാശത്തിന് ഊന്നൽ നൽകുന്നു എന്നത് വാസ്തവമാണ്. എന്നിരുന്നാലും യുറേനിയം സമ്പുഷ്ടീകരണ നിലവാരത്തെയും ആയുധവൽക്കരണ സാധ്യതയെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയും സഖ്യകക്ഷികളും സംശയത്തിലാണ്. സമ്മർദ്ദം ചെലുത്തുന്നതിനും ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി പരിമിതപ്പെടുത്തുന്നതിനുമുള്ള ഒരു കാരണമായിട്ടാണ് ഇറാൻ ഈ ആശങ്കകളെ കാണുന്നത്. ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് US അടുത്തിടെ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ ഇറാൻ ന്യായീകരിക്കാനാകാത്ത ആക്രമണാത്മക നടപടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ നടപടികൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് ഇറാന്റെ വാദം. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആണവ അവകാശങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അത്തരം ആവശ്യങ്ങൾ ദേശീയ പരമാധികാരത്തിന് മേലുള്ള ലംഘനങ്ങളായിട്ട് തന്നെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. ആണവ പ്രശ്നത്തിനപ്പുറം അമേരിക്കയുടെ ഭയം സ്വന്തം പ്രാദേശിക സ്വാധീനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നുവെന്ന് ഇറാൻ കരുതുന്നുണ്ട്. ലബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലെ ഗ്രൂപ്പുകളുമായുള്ള സഖ്യങ്ങളിലൂടെ ഇറാൻ മിഡിൽ ഈസ്റ്റേൺ ഭൂരാഷ്ട്രീയത്തിൽ ഒരു ശക്തിയായിട്ടുള്ള ആളായിട്ട് സ്വയം സ്ഥാപിച്ചിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപരമായ പങ്കാളിത്തങ്ങളും അമേരിക്കൻ ഇസ്രായേലി താൽപ്പര്യങ്ങളെ ചെറുക്കുന്നതിൽ അതിന്റെ പങ്കും കാരണം മേഖലയിലെ അമേരിക്കൻ ആധിപത്യം ക്ഷയിക്കുന്നുവെന്ന് US ഭയപ്പെടുന്നുവെന്നും ടെഹ്റാൻ മനസ്സിലാക്കുന്നു. കൂടാതെ പേർഷ്യൻ ഗൾഫിലെ US സൈനിക വിന്യാസങ്ങളും അഭ്യാസങ്ങളും തങ്ങളുടെ ശക്തിയെ ഭയപ്പെടുത്താനും നിയന്ത്രിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള പ്രകോപനപരമായ നടപടികളാണെന്നാണ് ഇറാന്റെ വ്യാഖ്യാനം. ഇറാനിയൻ ജലാശയങ്ങൾക്ക് സമീപമുള്ള അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം ഒരു നേരിട്ടുള്ള ഭീഷണിയായിട്ട് തന്നെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. ഇത് ടെഹ്റാന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനുള്ള ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നതുമാണ്. ബാഹ്യ ആക്രമണം തടയുന്നതിനും അതിന്റെ പ്രാദേശിക സമഗ്രത സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രതിരോധാത്മക സ്വഭാവമാണ് തങ്ങളുടെ സൈനിക മുന്നേറ്റങ്ങളെന്ന് ഇറാൻ വാദിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലിലേക്കും ഇറാൻ വിരൽ ചൂണ്ടുന്നുണ്ട്. മതതത്വങ്ങളെയും പാശ്ചാത്യ സ്വാധീനത്തോടുള്ള പ്രതിരോധത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണമാതൃക അമേരിക്കൻ മതേതര ലിബറലിസവുമായി വളരെ വ്യത്യസ്തമാണ്. ഭരണമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിപക്ഷ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള US ശ്രമങ്ങളെ അതിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെയും ദേശീയ സ്വത്വത്തെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളായി ടെഹ്റാൻ കാണുന്നതിൽ എന്താണ് തെറ്റ്? ഇറാന്റെ വീക്ഷണകോണിൽ നിന്ന് അമേരിക്കയുടെ ഭയം കേവലം ആണവശേഷികളെക്കുറിച്ച് മാത്രമല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മറിച്ച് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സ്വാധീനം, പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധശേഷി, സ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധത എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ആശങ്കയും ഉൾക്കൊള്ളുന്നതാണ്. ബഹുധ്രുവ മിഡിൽ ഈസ്റ്റിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു വൻ ശക്തി അന്യായമായി ലക്ഷ്യമിടുന്ന ഒരു പരമാധികാര രാഷ്ട്രമായിട്ടാണ് ടെഹ്റാൻ ഇപ്പോൾ സ്വയം കാണുന്നത്. ആഴത്തിൽ വേരൂന്നിയ അവിശ്വാസത്തെയും US ഇറാൻ ബന്ധങ്ങളെ നിർവചിക്കുന്ന സങ്കീർണമായ ചലനാത്മകതയെയും ഈ കാഴ്ചപ്പാട് അടിവരയിടുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാനെ ഭയക്കുന്നത്? നിങ്ങളുടെ ഉത്തരം എന്തുതന്നെയായാലും കമന്റ് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.